ഹലോ ഫ്രണ്ട്സ്, യാമീസ് വ്ലോഗിലേക്ക് എല്ലാവർക്കും സ്വാഗതം. എനിക്കിന്നൊരു റെഡ് വെൽവെറ്റ് കേക്കിൻ്റെ ഓർഡർ ഉണ്ടായിരുന്നു. അപ്പോൾ ഞാൻ കരുതി അത് വീഡിയോ ആക്കി ഇടാമെന്ന്, ആർക്കെങ്കിലും ഉപകാരപ്പെടുമല്ലോ എന്ന് കരുതിയിട്ടാണ്. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോയാലോ. അപ്പോൾ ആദ്യം തന്നെ നമ്മളിത് സ്ക്വയറിൻ്റെ പാത്രം എടുത്ത് അതിലേക്ക് 2-3 തുള്ളി സൺഫ്ലവർ എണ്ണ ഒഴിച്ചതിന് ശേഷം ബട്ടർ പേപ്പർ ഒന്ന് നല്ലോണം ഒട്ടിച്ച് മാറ്റി വയ്ക്കണം. അതിനുശേഷം 250 ml കപ്പിൽ 1 കപ്പ് മൈദാമാവ് എടുത്ത് 2 ടേബിൾ സ്പൂൺ മൈദാമാവ് മാറ്റി വെച്ചതിന് ശേഷം 2 ടേബിൾ സ്പൂൺ കോൺഫ്ലവറും 1/4 ടീസ്പൂൺ ബേക്കിംഗ് സോഡയും 1 ടീസ്പൂൺ ബേക്കിംഗ് പൗഡറും 1 പിഞ്ച് ഉപ്പുകൂടെ ചേർത്ത് 3 പ്രാവശ്യം ഒന്ന് അരിച്ച് മാറ്റി വയ്ക്കുക. അതിനുശേഷം 1/4 കപ്പ് പാലെടുക്കുക. ചെറിയ ചൂടോടുകൂടിയുള്ള പാലാണ് എടുക്കേണ്ടത്. അതിനുശേഷം അതിലേക്ക് 1/4 ടീസ്പൂൺ വിനാഗിരി കൂടെ ചേർത്ത് ഇതേപോലെ നല്ലോണം ഒന്ന് മിക്സ് ചെയ്ത് മാറ്റി വയ്ക്കുക. അതിനുശേഷം നമുക്കൊരു മിക്സിയുടെ ജാർ എടുക്കുക. അതിലേക്ക് 1/4 കപ്പ് പഞ്ചസാരയും കൂടെ 1/4 കപ്പ് പഞ്ചസാര ചേർത്ത് നല്ലോണം ഒന്ന് പൊടിച്ചെടുക്കുക. അതിനുശേഷം നമുക്കൊരു പാത്രം എടുത്തതിന് ശേഷം അതിലേക്ക് ഒരു 4 കോഴിമുട്ട പൊട്ടിച്ചൊഴിച്ച് നല്ലോണം ഒന്ന് ആദ്യം ഇതേപോലെ ഒന്ന് അടിച്ചെടുക്കണം. അടിച്ചെടുക്കുന്നത് എന്തിനെന്ന് വെച്ച് കഴിഞ്ഞാൽ ആദ്യം ഇങ്ങനെ അടിച്ചെടുത്ത് ശേഷം നമ്മൾ വാനില എസൻസ് ഒഴിച്ച് കഴിഞ്ഞാൽ കേക്കിൽ മുട്ടയുടെ ചെവിയൊന്നും ഉണ്ടാവില്ല. അപ്പോൾ 1 ടീസ്പൂൺ വാനില എസൻസ് കൂടെ ഒഴിച്ച് നല്ലോണം ഒന്ന് മിക്സ് ചെയ്തെടുത്തതിന് ശേഷം 1 കപ്പ് പഞ്ചസാര പൊടിച്ച് വെച്ചിരിക്കുന്ന 1 കപ്പ് പഞ്ചസാരയും കൂടെ ചേർത്ത് ഇതേപോലെ കുറച്ചായിട്ട് നമ്മൾ അടിച്ചെടുക്കണം. ചെറിയ സ്പീഡിൽ തന്നെ എടുക്കണം, അല്ലെങ്കിൽ പഞ്ചസാര നല്ലോണം അലിഞ്ഞ് വരില്ല. ഇതേപോലെ നല്ലോണം ഫ്ലഫി ആയിട്ട് വരുമ്പോഴത്തേക്ക് റിബൺ പോലെ ഇങ്ങനെ വരുന്നതാണ് ഇതിൻ്റെ മുട്ടയുടെ നല്ലോണം ഫ്ലഫി ആയിട്ട് വരുന്നത്, കറക്റ്റ് ഫ്ലഫി ആയിട്ട് വരുന്നത് റിബൺ പോലെ ഇങ്ങനെ വരുന്നതാണ്. അതിനുശേഷം നമ്മൾ അതിലേക്ക് 1/4 കപ്പ് സൺഫ്ലവർ എണ്ണയും കൂടെ ഒഴിച്ച് നല്ലോണം ഒന്ന് മിക്സ് ചെയ്തെടുക്കുക. മിക്സ് ചെയ്തെടുത്തതിന് ശേഷം കുറച്ചതിന് മാവും പാലും കൂടെ ചേർത്ത് ഇതേപോലെ ചെറിയ സ്പീഡിലിട്ട് അടിച്ചെടുക്കുക. അല്ലെങ്കിൽ ഒരുപാട് സ്പീഡിലിട്ട് അടിച്ചു കഴിഞ്ഞാൽ മുട്ട ബാറ്റർ താഴ്ന്നു പോകും. അതുകൊണ്ടാണ്. അപ്പം ആദ്യമായിട്ടൊക്കെ ചെയ്യുന്നവരാണെങ്കിൽ സ്പാച്ചില വെച്ച് ചെയ്യുന്നതാണ് നല്ലത്. അതിനുശേഷം നമ്മൾ ഫുഡ് കളറുണ്ടല്ലോ, റെഡ് വെൽവെറ്റ് കേക്കിനല്ലേ, അപ്പോൾ റെഡിൻ്റെ കളർ ഒഴിച്ചു കൊടുക്കുക. റെഡിൻ്റെ കളർ ഒഴിച്ചു കൊടുക്കുമ്പോൾ ഞാൻ ഒരു അളവ് പറയുന്നില്ല. അപ്പോൾ ഓരോരുത്തരുടെ കയ്യിരിക്കുന്ന കളറിൻ്റെ എങ്ങനെയാണെന്നുള്ളത് എനിക്ക് അറിയില്ല. ഇതിൽ വീഡിയോ കാണുമ്പോൾ പിങ്ക് കളറായിട്ടാണ് തോന്നുന്നത്, പക്ഷേ അത് കറക്റ്റ് റെഡ് കളർ തന്നെയാണ്. അപ്പോൾ ആവശ്യത്തിന് കളർ കൂടെ ഒഴിച്ച് ഇതേപോലെ നമ്മൾ ഇതേപോലെ ഒന്ന് മിക്സ് ചെയ്ത് തന്നെ എടുക്കണം. അല്ലാതെ കുത്തി എടുത്തു കഴിഞ്ഞാൽ ബാറ്റർ താഴ്ന്നു പോകും. അതുകൊണ്ടാണ്. അപ്പോൾ അതിനുശേഷം പാത്രത്തിലേക്ക് ബാറ്റർ ഒഴിച്ച് കൊടുത്തതിന് ശേഷം ഇതേപോലെ നല്ലോണം ഒന്ന് ടാപ്പ് ചെയ്തെടുക്കുക. എയർ ബബിൾസൊക്കെ മാറി കിട്ടാനാണ്. നമ്മൾ നേരത്തെ ഫ്രീ ഹീറ്റ് ചെയ്ത് വെച്ചിരിക്കുന്ന 10 മിനിറ്റ് ഫ്രീ ഹീറ്റ് ചെയ്ത് വെച്ചിരിക്കുന്ന പാത്രത്തിലേക്ക് ബാറ്റർ ഇറക്കി വെച്ചതിന് ശേഷം 30 മിനിറ്റ് നമ്മൾ ബേക്കാക്കുക. ബേക്കാക്കിയതിന് ശേഷം ഒന്ന് തുറന്ന് നോക്കി ടൂപ്പിക്കൊണ്ട് കുത്തി നോക്കുമ്പം കയ്യിലൊന്നും ഒട്ടുന്നില്ലെങ്കിൽ കേക്ക് ബേക്കായിട്ടുണ്ട് കേട്ടോ. ചിലർക്ക് 10 മിനിറ്റ് കൂടുതലും 30 40 മിനിറ്റൊക്കെ ആവും. അപ്പോൾ നല്ല സോഫ്റ്റ് ആയിട്ടുള്ള പഞ്ഞിയായിട്ടുള്ള റെഡ് വെൽവെറ്റ് കേക്ക്